മിറ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. അമ്മേനെ ഇപ്പൊ നമുക്ക് വിളിക്കാം. ആ അതെ അവിടെ നിപ്പുണ്ടല്ലോ. അമ്മ അവിടെ നിപ്പുണ്ടല്ലോ. കണ്ടോ മിറ? ഹലോ, വീട്ടിലേക്കാണോ? അതെ, കേറട്ടെ. കേറിക്കോ. ഹായ്, നല്ല ബനിയനാണല്ലോ ഇട്ടേക്കുന്നത്. സൂപ്പർ. ഹായ് വീര. ഹായ് എൽസ. ഹൗ ആർ യു എൽസ? എൽസ ബാക്കി ഇരിപ്പുണ്ടോ? എൽസനെ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വന്നോളേ. Oh, that's good. Where is snowman? It's over here. Oh, alright. Where is reindeer? Reindeer ആരാ? Reindeer Reeve. Reeve ആണോ? Where is reindeer? She's in the grandpa and grandma. Ah, good. Okay. ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? Duty was good. Duty അടിപൊളിയായിരുന്നു. അതെയോ? ആ പിന്നെ എന്നൊക്കെയുണ്ട് വിശേഷം? ആ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ 6 ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം ഒരു ദിവസം ഓഫ് ഉണ്ട്. നാളെ ജയ എന്തൊരു ഡ്യൂട്ടി ആണെന്നല്ലേ? ഭയങ്കര ഡ്യൂട്ടിയാണ്. നിനക്ക് നാളെ ഓഫാ, പക്ഷെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതെ, ചായ ഡ്യൂട്ടി ഉണ്ട് നാളെ. നാളെയല്ലേ വിഷു ചായ? നാളെയാണ് വിഷു. എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹാപ്പി വിഷു. നാട്ടിൽ നിന്ന് നമുക്ക് വിഷുവിന് വന്ന ഒരു പാഴ്സൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തുറന്നു നോക്കണം. അത് വന്നിട്ടുണ്ട്. സർപ്രൈസ് പാഴ്സൽ. നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെ അയച്ചു തന്ന പാഴ്സൽ വന്നിട്ടുണ്ട്. കറക്റ്റ് വിഷുവിന് തലേദിവസം തന്നെ വന്നല്ലേ? നമുക്കത് വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യണം കേട്ടോ. വീട്ടിലെത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് ഒക്കെ ഉണ്ട്. അതായത് കുറച്ച് നമ്മുടെ റീയൂട്ടന്റെ വിസ പുതുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ ഒന്ന് എടുക്കണം അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളല്ലേ നിമിഷ? അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നിർത്തുന്നില്ലല്ലോ, ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഫ്രോസൺ ആത്ത ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. ഞാൻ സ്നോമാൻ, നിമിഷ ഞാൻ ആന അലമറ, മിറക്കുട്ടൻ എൽസ, നമ്മുടെ റീവി റെയിൻഡിയർ റീവൂട്ടൻ. അതെ, നിങ്ങൾ ക്യാപ്ഷനിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞ് കാണും അല്ലെ? ഭയങ്കര സന്തോഷകരമായ ഒരു വാർത്ത കണ്ടു കേട്ടോ. അത് വഴിയെ നമ്മൾ പറയുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് വീട്ടിലെത്തുമ്പോ പറയാല്ലേ. ഇപ്പം ഈ പേപ്പർ വർക്ക് ഒക്കെ ഒന്ന് കഴിയട്ടോ. അതിന്റെ ഒരു തിരക്കിലാണ്. ഹലോ, എല്ലാം പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിന്റെ പപ്പയ്ക്ക് അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കല്ലേ? വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ മീരക്കുട്ടാ? ഇനി പ്രോഗ്രാം എന്നാ വലിയ ട്രക്കാണേ. ട്രക്കുകളുടെ ഒരു ബഹളാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ? ഷീപ്പും അല്ലെ ജയ, കാറ്റിലും അങ്ങനത്തെ ഒരു പട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ? നിങ്ങളെ ഓടിച്ചിട്ട് കേറ്റാനായിട്ട് ഇപ്പൊ കണ്ടോ നിമിഷം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇരുട്ട് തുടങ്ങിയതുണ്ടോ? വിന്റർ തുടങ്ങിയതിന്റെ ഓരോ മാറ്റങ്ങളാല്ലേ? ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നേരത്തെ ആവുള്ളൂ കേട്ടോ. ഇതിപ്പോ 5:30 ആയപ്പോഴത്തേക്കും ഇപ്പൊ ഇങ്ങനെയായി. 4:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാൻ തുടങ്ങും കേട്ടോ. അതാണ് വിന്റർ ആവുന്നത്. നമുക്ക് പെട്ടെന്ന് ഡേ ഭയങ്കര കുറവായിരിക്കും കേട്ടോ. സമയം ഓൾറെഡി പുറകോട്ട് പോയി 1 മണിക്കൂർ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ വിന്റർ ആകുമ്പോഴാണ് കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നത് കേട്ടോ. Hello. What are you doing? I am making my makeup. Okay, with your pupil. കേറ് നോക്കാം, അകത്ത് കേറ്. Oh, nice. ഇതാണ് നമ്മുടെ പാഴ്സല്. We can cut it. Okay. നമ്മുടെ പെട്ടി വന്നിരിപ്പുണ്ട്. മിറയുടെ എന്നാ ഇതിനകത്തിരിക്കണേ? അറിയില്ല. പറ. Barbie house. അതൊന്നും വിഷുവിന് കഴിക്കാനുള്ള പലഹാരങ്ങളൊക്കെയാ മിറ. നമ്മുടെ അമ്മച്ചിയ ചാച്ചനും മമ്മിയും പപ്പയൊക്കെ അയച്ചു തന്നതാ കേട്ടോ. നിങ്ങൾ തമ്മിൽ കുളിച്ച് ഫ്രഷ് ആയിട്ടോ. കുളിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാലും പറിച്ചു വിട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ. മിറയുടെ ഡോളോടെ ടാബ് കണ്ടോണ്ടിരിക്കുവാണ്. അത് കൊള്ളാലോ. മിറയ്ക്കൊരു സർപ്രൈസ് ആയിട്ട് ചെയ്തു വെച്ചാ. അവര് കുളിക്കാൻ പോയ സമയത്തിന് ഞാൻ ഇന്ന് നമ്മുടെ ഗാർഡനിൽ ചെയ്ത കുറച്ച് പണികൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ മരങ്ങളെല്ലാം ഇന്നൊന്ന് കെട്ടി വെച്ച് കൊടുത്തു കേട്ടോ. ഫെൻസിലേക്ക് തന്നെ കെട്ടി. കാരണം ഇവിടെ കാറ്റ് വരുമ്പം നമ്മുടെ മരങ്ങളും ചെടികളും ഒക്കെ എന്താ പറയുക, കടപുഴകി താഴെ വീഴും കേട്ടോ. അതുപോലെ നമ്മുടെ ആപ്പിൾ മരവും എല്ലാം കെട്ടി നമ്മൾ നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ പയർ കിടക്കുന്നുണ്ടോ? പയറെല്ലാം പറിക്കാറായി. ഇനി നാളെ നിമിഷയുടെ വിളവെടുക്കുന്ന നിമിഷമാണ് കേട്ടോ. നടുന്ന ഞാനാണെങ്കിലും വിളവെടുപ്പ് മൊത്തം നിമിഷമാണ്. നാളെ നിമിഷം ഇരുന്നെല്ലാം വിളവെടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ട ആപ്പിൾ മരം
ആർപ്പുമിൻ്റെ എല്ലാം ഞാൻ നല്ല കെട്ടി സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ എല്ലാം ഇതൊരു നമ്മുടെ നാട്ടിലത്തെ ചാക്കില്ലേ, ചാക്കിൻ്റെ കൂട്ടൊരു മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ ബണ്ണിങ്സിൽ മേടിക്കാൻ കിട്ടും. എല്ലാം കെട്ടി വെച്ചേ കണ്ടോ. അതുപോലെ നമ്മുടെ വാഴയ്ക്കൊരു ചെറിയ മുട്ടും വെച്ച് കൊടുത്തു. ഇച്ചിരി പൊങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് നല്ലൊരു കാറ്റ് വീശി കഴിഞ്ഞാൽ അവനങ്ങ് പോരും കേട്ടോ. അതുകൊണ്ട് അവനെ ഒന്ന് മുട്ടൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നിമിഷ റെഡിയായി വന്നിട്ടുണ്ടല്ലോ. നിമിഷ കൊള്ളാലോ, നിമിഷ അടിപൊളിയാണല്ലോ. ഇതപ്പോ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ആണോ? വിഷു ഒക്കെ അല്ലേ ചായ, അടിപൊളിയാകട്ടെ. ആണോ? വിഷു ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി അല്ലെ എക്സ്ട്രാ സുന്ദരനായിട്ടിരിക്കാന്ന് വിചാരിച്ചല്ലേ. മേൽക്കോട്ടനെ ഓൾറെഡി സ്നാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ചിപ്സിൽ തുടങ്ങാം, അത് കഴിഞ്ഞ് പിന്നെ പുറകെ ചോറ് കൊടുക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ഇന്ന് ഭയങ്കര പരിപാടിയായിരുന്നു, ക്യാമറയ്ക്കകത്തോടെ ഞാൻ കണ്ടല്ലോ. ഫുള്ള് കൃഷിത്തോട്ടത്തിലായിരുന്നല്ലോ ചായ ഇന്ന് ഫുൾ നേരം വെച്ചാൽ. ഇച്ചിരി പറമ്പിപ്പണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഫുൾ എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. എൻ്റെ ഞാൻ ജോലി കഴിഞ്ഞപ്പോൾ നടക്കണേന്ന്. അതെ, ജോലി കഴിഞ്ഞപ്പോൾ തൊട്ട് പറമ്പിൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ മരങ്ങളൊക്കെ ഒന്ന് കെട്ടി ഉറപ്പിച്ച് കാറ്റത്ത് വീശാതിരിക്കാനായിട്ടല്ലേ. ഞാൻ ചെറിയൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്നൊരു സൂപ്പർ അവാർഡൊക്കെ ഇന്നല്ല 2 ദിവസം മുമ്പ് കിട്ടിയതാണ് കേട്ടോ. കർഷകശ്രീ അവാർഡ് നമ്മുടെ ഇവിടുത്തെ ഒരുമ കമ്മ്യൂണിറ്റി കൊടുത്താണ് കേട്ടോ ഇച്ചായന്. പണിയെടുത്തതിനൊരു ബലം കിട്ടിയില്ല. അതെ അതെ അതെ. ഇത്രയും സാധനങ്ങൾ നമ്മള് ഒരുമ കർഷകശ്രീ അവാർഡ് 2026 കേട്ടോ. അതിന്റെ കൂടെ ഒരു പതക്കമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് എല്ലാം അസസ് ചെയ്തു കേട്ടോ. നമ്മുടെ കൃഷികളൊക്കെ കണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രസിഡന്റ് ഒക്കെ വന്ന് അസസ് ചെയ്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ അവാർഡ് പ്രോത്സാഹനം അല്ലേ. അതെ ഭയങ്കര. അത് പിന്നെ അത് എല്ലാവർക്കും ഇവിടെയുള്ള വേറെ കൃഷിക്കാർക്കും കിട്ടി കേട്ടോ. അതെ അതെ, എല്ലാ കൃഷിക്കാർക്കും കിട്ടി കേട്ടോ. അപ്പൊ കിട്ടാത്തവർക്കും ഇനി അടുത്ത പ്രാവശ്യം അവർക്ക് ഇനി ചെയ്യാലോ. ഇതൊരു പ്രോത്സാഹനമാണ് ശരിക്കും പറഞ്ഞ. വലിയൊരു ആദ്യമായിട്ടാണ് കൃഷിയുടെ പേരിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടുന്നത്. അതിന്റെ പേരിൽ അതിന്റെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വിചാരിച്ചാ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നമ്മളൊക്കെ കർഷകശ്രീ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കർഷകശ്രീ ഒന്നും വരുത്ത അതുപോലത്തെ ഒന്നും അല്ല, വലിയ ഇതൊന്നും അല്ല. എന്നാലും നമ്മളെ ഒന്ന് അവര് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒരു പ്രോത്സാഹനം രീതിയിൽ നമുക്ക് ഒരു മെഡലും ഇതേ ഈ ഒരു ട്രോഫി ഒക്കെ തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ടു ഒരുമ. അല്ലെ എന്റെ ഷോക്കേസിൽ എന്നും കാണും കേട്ടോ ഇത്. പിന്നെ നാളെ വിഷു ആയിട്ടെ നിമിഷം പരിപാടി എന്നാ, നമുക്ക് പായസം ഒക്കെ വെക്കണ്ടേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. നമ്മള് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോ ഇച്ചാൻ ഇങ്ങനെ പറയുന്നടി നമുക്കൊരു സദ്യ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇച്ചാന് ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് നാളെ ഓഫാണ്. അപ്പൊ ഞാൻ ഇച്ചാൻ വരുമ്പോഴത്തേനും സദ്യയൊക്കെ ഒന്ന് ആക്കി വെച്ചാലോ എന്ന് വിചാരിക്കട്ടോ. എന്നെ കൊണ്ട് പറ്റുമോന്നൊന്നും അറിയത്തില്ല, കുറച്ച് കറികൾ കൊണ്ടൊക്കെ അല്ലെ. 5-6 കൂട്ടം കറിയാണെങ്കിലും കുഴപ്പമില്ല അല്ലെ. അത് കൂട്ടി നമ്മുടെ വാഴയില ഒരു ചെറിയൊരു സദ്യ, അതുപോലെ ഒരു നല്ല സൂപ്പർ പായസം. ഏത് പായസം? ചെറുപയർ പായസം, പരിപ്പ് പായസം. പായസം കഴിഞ്ഞ ദിവസം നിമിഷം വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ പരിപ്പ് പായസം വെച്ച് നമുക്കൊരു ചെറിയ സദ്യ നാളെ കഴിക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ വിഷുവൊക്കെ എവിടം വരെ ആയിരുന്നു നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാരും നമ്മുടെ നാട്ടിലാണ് വിഷു എന്നൊക്കെ പറഞ്ഞൊരു വലിയ, ഇവിടെ ഇപ്പൊ നമുക്ക് അത്രയൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും മിസ് ചെയ്യുന്നു അല്ലെ, ആ കണിക്കൊന്നയും. നമ്മളൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കോട്ടയത്ത്, അതായത് നമ്മള് നാട്ടിലോട്ട് പോണ സമയത്ത് കോട്ടയത്ത് പള്ളിപ്പെരുന്നാൾ ഏകദേശം ഈ ഒരു സമയത്താണ് കേട്ടോ. കോട്ടയത്ത് കുഞ്ഞിരുത്തുന്ന ആളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വിഷു കഴിഞ്ഞിട്ടാണ് എപ്പോഴും പെരുന്നാൾ. അപ്പൊ വിഷു കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസ എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഈ പെരുന്നാളിന് പോയി വള മാല, ഇപ്പോഴും സ്പ്രിംഗ് വളയൊക്കെ ഇല്ല, എന്നിട്ട് സ്പ്രിംഗ് വള ഇഷ്ടം പോലെ ആ പൈസ തീർന്നോടെ വരെ നമ്മുടെ ഈ ചിന്തിക്കടയിലൊക്കെ പോയി നടന്നു പോയി ഞങ്ങൾ എല്ലാവരും കൂടി മേടിക്കുമായിരുന്നു. കളിപ്പാട്ടം അതൊക്കെ കേട്ടോ. അതായിരുന്നു മെയിൻ ഞങ്ങൾ വിഷു കൈനീട്ടത്തിന് മെയിൻ സമയിച്ചാൽ എന്നാന്ന് വെച്ചാൽ ചെയ്തോണ്ടിരുന്നത്. എനിക്ക് കൈനീട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉള്ളത്, ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരുപാട് ഹിന്ദു ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലിട്ടോ. അപ്പം അവര് നമുക്ക് നമ്മുടെ ശാന്ത ചേച്ചിയും എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ നമുക്ക് കൈനീട്ടം തരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ വലുതായപ്പോ നമ്മൾ വീട് മാറി നമ്മുടെ എന്താ പറയാ പൊന്നനാനത്തേക്ക് പോയപ്പോ തൊട്ട് കൈനീട്ടമില്ല. കാരണം നമ്മുടെ വീടിന് ചുറ്റും അങ്ങനെ ആരും ഇല്ല. കൈനീട്ടൊക്കെ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ളൂ. വലുതായപ്പോ കൈനീട്ടം അങ്ങനെ കാര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും അല്ലെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ആഘോഷമാണ് വിഷു എന്ന് പറയുമ്പോൾ. ഭയങ്കര സന്തോഷമാണ്. ഓണം പോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും വെക്കേഷൻ സമയത്തായിരിക്കും. അതാണ് നമുക്ക് വിഷുവിനോട് പ്രത്യേക ഒരു ഇഷ്ടം. നമുക്ക് എപ്പോഴും വെക്കേഷൻ ആയിരിക്കുമല്ലോ. പിന്നെ പടക്കം പൊട്ടിയും എല്ലായിട്ട്. ഇതെന്നാ നിന്റെ കയ്യിലുണ്ടടി? ഇത് നമ്മുടെ ഇച്ചായൻ നമുക്ക് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ബനാന മഫിൻ ആണ്. ഇത് ശരിക്കും 6 ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി തീർന്നു കേട്ടോ. പക്ഷെ ഒന്നും പറയാനില്ല, വെച്ചാൽ അടിപൊളി മഫിൻ ആണ് കേട്ടോ. ഞാൻ കഴിച്ചില്ല, കാരണം മധുരം അല്ലേ. കാരണം എനിക്ക് ഉച്ചയ്ക്കും ഞാൻ ചോറായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ വൈകുന്നേരം വരുമ്പോ മഫിൻ കഴിക്കാന്ന് ഓർത്ത് കേട്ടോ. സൂപ്പർ അല്ലേ, അടിപൊളി. ഇത് ഒരു ദിവസം നമുക്ക് റെസിപ്പി എല്ലാരും കാണിക്കാം കേട്ടോ. നല്ല കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഫിന് ആ സെയിം. എന്നിപ്പോ ഇച്ചിരി കൂടെ തണുത്തു കിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാ. ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ
സംഭവം സക്സസ് ആയിട്ടോ. ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ മഫിന്റെ റെസിപ്പി വേണമെന്നുള്ളൊരു താഴെ കമന്റ് ചെയ്യട്ടോ. കമന്റ് ചെയ്യണം. സൂപ്പർ സാധനം, നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി. നമ്മുടെ ഓവനിലല്ലേ ഉണ്ടാക്കിയത്? ഇവിടുത്തെ അന്ന് ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇച്ചാൻ ഇന്നലെ ഓഫായിരുന്നു. വന്നപ്പോഴത്തേന് ഇച്ചാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടെ കഴിക്കാൻ. ആ ബേസ് ഒക്കെ നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി നമ്മൾ തണുത്തപ്പം വേറൊരു ടേസ്റ്റ്. പക്ഷെ നമ്മൾ ആ ചൂടോടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 3 ഞാൻ കഴിച്ചു. മഫിനൊക്കെ കഴിച്ചു വയറൊക്കെ അറിഞ്ഞില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് രാത്രി എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ നാളത്തെ വിഷു പരിപാടിക്കുള്ള പരിപാടികളും തുടങ്ങണം അല്ലെ. അത് വയ്യ തുടങ്ങണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത അല്ലെ. ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മളോട് ഒരുപാട് പേര് എത്ര നാളായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ റീവൂട്ടൻ അങ്ങനെ ഉടനെ തിരിച്ചു വരുന്നുണ്ട്. അത് ഡേറ്റ് ഞങ്ങള് കൺഫേം ആയിട്ട് പിന്നെ പറയാം. പക്ഷെ ഉടനെ വരുന്നല്ലേ. അതുപോലെ എന്റെ പപ്പയും അമ്മയും എല്ലാരും വരുന്നുണ്ട്. അവരുടെ കൂടെ നമ്മൾ റിവ്യൂ വരുന്നത്. അവരെല്ലാവരും വീണ്ടും വരുന്നല്ലേ. അവരെല്ലാവരും വീണ്ടും വരുന്ന പപ്പയും മമ്മിയും നമ്മുടെ റീബൂട്ടിന് വരുന്നുണ്ട്. അവരാണേലും വീഡിയോ കോളിലൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഭയങ്കര സന്തോഷം. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അവൻ ചുമ്മാ കുറച്ച് നാളത്തേക്ക് ഒരു വിസിറ്റിന് പോയതാണ് കേട്ടോ. അപ്പൊ നമ്മള് അവനെ വീഡിയോ കോളൊക്കെ നമ്മൾ ശരിക്കും മറന്നുപോയി. നമ്മള് വരും. നമ്മളെ ഒച്ച കേൾക്കുമ്പോൾ മമ്മി പറയുന്നത്, എടി നിങ്ങളുടെ ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓഡിയോ കോൾ ആയിരിക്കും വിളിക്കുന്നത്. ഒച്ച കേൾക്കുമ്പോൾ അവൻ ഓടി വരും, ചിരിക്കും. ആ സമയത്ത് ചിരിക്കും, അവന് ഓടി വരും. നമ്മളാണെന്ന് അവന് മനസ്സിലാവും കേട്ടോ. അവന് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് അവന് 2 വയസ്സ് ജസ്റ്റ് ആയതുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും അവനല്ലേ നമ്മൾ മറന്നിട്ടൊന്നുമില്ല അല്ലെ. നമ്മളെ മറന്നിട്ടൊന്നും. സാധാരണ ആ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അങ്ങനെ ഓർക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ ഇവൻ നമ്മളെ എന്റെ ഒച്ച കിട്ടി ഞാൻ ഇച്ചാനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാടോ. മറ്റത് എന്നെയായിരുന്നു ഇവന് മെയിൻ ആയിട്ട്. ഇപ്പൊ ഇച്ചാനും മതി. റിയൂട്ടാന്നൊക്കെ വിളിക്കുമ്പോ ഭയങ്കര ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. ഏതാണേലും ആ കാത്തിരിപ്പിനൊക്കെ ഒരു അവസാനമായി. നമ്മുടെ റിയൂട്ടിന് ഉടനെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടല്ലേ. നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. പപ്പയും മമ്മി വരുമായതുകൊണ്ട് അവരുടെ കൂടെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ നമ്മുടെ പാഴ്സല് പൊട്ടിക്കാനായിട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിമിഷം എവിടുന്ന് തുടങ്ങും? നല്ല വെയിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു കത്തി വേണം കേട്ടോ പൊട്ടിക്കാൻ. നല്ല കട്ടിയായിട്ട് നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. അതെ, നമ്മള് എന്താ പറയാ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നപ്പോ തന്നെ എന്റെ ശ്വാസം തീർന്നു കേട്ടോ. സത്യം, നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് കാര്യമായിട്ട് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, നമുക്ക് വണക്കം എക്സ്പ്രസ് ആണ് ഇത് അയച്ചു തന്നേക്കുന്നത് കേട്ടോ. വണക്കം എക്സ്പ്രസ്. അതെ അതെ. ഇവിടെ ഞങ്ങളെല്ലാം അങ്ങനെ പൊട്ടിച്ച് പുറത്തെടുത്തു കേട്ടോ. നിമിഷം ഓൾറെഡി കഴിപ്പ് തുടങ്ങി. നിമിഷം എന്നടി കഴിക്കുന്നത് സൂപ്പർ കപ്പലണ്ടി മിഠായി. അടിപൊളിയാണ്, നല്ല ഫ്രഷ് ആട്ടോ. ഒച്ചയാട്ടോ. കപ്പലണ്ടി മിഠായി. അതുപോലെ ഇത് വിളിച്ചോ. ഹേ ഔസേപ്പ്ന്ന്. അപ്പനെ ഔസേപ്പ് വിളിക്കുന്നു. പേരതായി പോയില്ലേ. അതുപോലെ തന്നെ അതെ എല്ലാ പലഹാരങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീട, മിക്സർ, ഇത് നമ്മുടെ കുഴലപ്പം, മധുരമുള്ളത്, ചീട, ഇതൊക്കെ അല്ലേ. എന്തൊരു സാധനങ്ങളല്ലേ. ചക്ക വറുത്തത്, ഇതന്നെ പോലെ സാധനം. ബ്രാൻഡഡ് സ്വീറ്റ്സ്. ഇതൊക്കെ എന്താണോ അത്? ചിപ്സ്. ഇത് ചിപ്സ് ആട്ടോ. മൈസൂർ പാക്ക് ഉണ്ട്, കാണിച്ചു. ഇത് ബിരിയാണി വെക്കാനൊരു ചെമ്പ്, പിന്നെ അതുപോലെ തന്നെ കറികൾ ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനൊക്കെ ഉള്ള പാത്രങ്ങൾ. ഓ ഇതന്നെയാണ് ചോദിച്ചത്. ഇനി വേറെ ഒന്നും വേണ്ട. മൈസൂർ പാക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്ക് വെച്ചേക്കാം. ശോശമ്മയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയി. അവളുടെ ഫേവറേറ്റ് സാധനമാണ് മൈസൂർ പാക്ക്. ഫ്രീസറിൽ കയറ്റി വെച്ചോ. ഇത്രയും സാധനങ്ങൾ കിട്ടി കേട്ടോ. സൂപ്പർ, അടിപൊളി. നിങ്ങൾക്കും വിദേശത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്താ പറയാ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന സാധനങ്ങളൊക്കെ നല്ല സേഫ് ആയിട്ട് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ വണക്കം എക്സ്പ്രസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൊച്ചിയിലാട്ടോ അവരുടെ ഓഫീസ്. കൊച്ചിയിലാണ് അവരുടെ ഓഫീസ്. കേരളത്തിൽ എവിടെയും അവർക്ക് ഇതുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവരുടെ നമ്പറിലൊന്ന് വിളിച്ചു ചോദിക്കാം അല്ലെ. അതുപോലെ കേരളത്തിന് പുറത്ത് അവർക്ക് എന്താ പറയാ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലൊക്കെ ആണെങ്കിലും അവര് സംഭവം ഡെലിവറി ചെയ്ത് തരും. എവിടെ ഇരുന്ന് കാണുന്ന മലയാളീസ് ആണെങ്കിലും അല്ലെ, അവരെ കോൺടാക്ട് ചെയ്യാം. സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. അല്ലാതെ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ വരുമ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഇത്രയും നമ്മളൊരു പെട്ടി തീർന്നല്ലേ. അതെ അതെ. ചാച്ചനും അമ്മയ്ക്ക് പ്രത്യേകം താങ്ക്സ് അല്ലേ. താങ്ക് യു സോ മച്ച് അല്ലേ. നിമിഷ നമ്മുടെ വിഷുവിന് കീഴിൽ പാട്ട് കൂടെ പാടി നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കളറാക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല വിഷു നേർന്നുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം കേട്ടോ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും
മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. അതെ, നമ്മുടെ മെരക്കട്ടൻ ഓടി വരുന്നു. നമ്മളോട് ഹാപ്പി വിഷ് പറയാൻ വന്നേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നിമിഷം മെരക്കട്ട. ഒരാള് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഞാനും ഒരു കസവുമുണ്ടും നല്ലൊരു ഷർട്ട് കിട്ടും കേട്ടോ. വിഷുവൊക്കെ ആയിട്ട് എങ്ങനെയാ ഞാൻ ഡ്രസ്സ് മാറാതിരിക്കുന്നത് അല്ലേ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ജോറായിട്ടുണ്ട്, അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.